ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പന്റെ അലങ്കാരേ ഒരു കുറുമ്പനായിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ദാമോദരലിയിലായിരുന്നു. ഒരെല്ല് പിടിച്ചിട്ട് യശോദാമ്മ കെട്ടിയിട്ടിട്ടുണ്ട്. ദാമോദര മാസമൊക്കെ കഴിഞ്ഞെങ്കിൽ കൂടെ കുറുമ്പിന് യാതൊരു കുറവുമില്ല. അതുകൊണ്ടാണ് കേട്ടോ പിടിച്ച് കെട്ടിയിരിക്കണേ. എപ്പോഴും ഗോപികമാരൊക്കെ വന്നിട്ട് പരാതികൾ പറയുമല്ലോ യശോദാമ്മയുടെ അടുത്ത്, ഇന്ന കുറുമ്പ് കാണിച്ചു യശോദാമ്മ, ഇന്ന കുറുമ്പ് കാണിച്ചു എന്നൊക്കെ. അപ്പോഴൊന്നും യശോദാമ്മ കാര്യമായിട്ടുള്ള ശിക്ഷകളൊന്നും നൽകാറില്ല. അപ്പൊ അവർക്ക് എന്താ തോന്നുക, എപ്പോഴും കണ്ണനെ ഇങ്ങനെ വെറുതെ വിടുകയാണല്ലോ എന്നൊക്കെ തോന്നില്ലേ? അതുകൊണ്ടാ പിടിച്ച് കെട്ടിയിരിക്കണേ, അല്ലാണ്ട് ദേഷ്യം കൊണ്ടൊന്നും അല്ല കേട്ടോ. യശോദാമ്മ തല്ലാൻ തന്നെ വടിയായിട്ട് വരിക. ഈ മയിൽപ്പീലിയില്ലേ, അതുകൊണ്ടാ വരിക. അതുകൊണ്ട് തല്ലിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വേദന എടുക്കോ? അതേപോലെ തന്നെയാണ് ഈ ഉരുളിമ്മ കെട്ടിയിട്ടിരിക്കണതേ. ആ കയറാണെങ്കിലോ പതുപതുത്തെ നല്ല മിനുസായിട്ടുള്ള കയറാ. ഈ തൈരൊക്കെ കടയാൻ ഉപയോഗിക്കുന്ന കയറുണ്ടല്ലോ, അത് കുറേ ഇങ്ങനെ കടഞ്ഞു കഴിഞ്ഞാൽ അത് മിനുസാവും. പിന്നെ കയറ് അതും ആ കടകോലുമ്പോ നിൽക്കില്ല. അപ്പൊ ഈ കയറ് ഒരു മാറ്റി വെക്കുന്നിട്ട് പുതിയ കയറ് എടുക്കുക ചെയ്യാം. അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള മിനുസപ്പെട്ട കയറ് കൊണ്ടാണ് ഭഗവാന്റെ അരയിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്. എന്നിട്ട് ഉരലുമ്പോ കൂട്ടിക്കെട്ടിരിക്കുക. അത് ഗോപികമാരൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ, അല്ലാതെ ശിക്ഷയൊന്നും അല്ല കേട്ടോ. നമ്മുടെ യശോദാമ്മയ്ക്ക് ഭഗവാനെ ശിക്ഷിക്കാനായിട്ടൊന്നും സാധിക്കില്ലല്ലോ. ഭഗവാനും ഇതറിയാം. യശോദാമ്മയ്ക്ക് തൻ്റെ അടുത്ത് വലിയ സ്നേഹമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടിയിടുന്നതെന്നൊക്കെ നമ്മുടെ ഭഗവാനും അറിയാം. പിന്നെ ചിരിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയോ? കുറച്ചു നേരം കഴിഞ്ഞാലേ അമ്മയ്ക്ക് സങ്കടം വന്നിട്ട് ഇപ്പൊ താൻ വിഷമിക്കുന്നുണ്ടെങ്കിലോ, എൻ്റെ ഉണ്ണി വിഷമിക്കുന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെയും കുറേ വെണ്ണയും പാലും തൈരൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. ഇത് അഴിക്കുന്ന സമയത്തെ. അപ്പൊ വേണ്ടുവോളം ഇനിയും കിട്ടല്ലേ ചെയ്യാ. ഒരു വലത്തെ കയ്യിൽ ഒരു വെണ്ണൂറുള്ള ഇപ്പൊ തന്നെ യശോദാമ്മ കൊടുത്തിട്ടുണ്ട്. അതും പിടിച്ചുകൊണ്ടാണ് ഈ ഉരല് കെട്ടിയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നല്ല സന്തോഷം ഭഗവാന്റെ മുഖത്തുണ്ട്. സങ്കടമൊന്നും അല്ല, ഉരല് കെട്ടിയിട്ടെങ്കിലും കൂടിയിട്ട് സങ്കടമൊന്നും അല്ല. ഇനിയും ഇനിയും വെണ്ണൂറുള്ള കിട്ടും, അമ്മയുടെ സ്നേഹം കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. ഇതൊക്കെ ഭഗവാന് നന്നായിട്ട് അറിയാം. അങ്ങനെ ചിരിച്ചുകൊണ്ടാണ് കേട്ടോ ശ്രീലകത്ത് നിൽക്കണ്ടായിരുന്നത്. കുറുമ്പനായിട്ടുള്ള ഉണ്ണിയാ. വെണ്ണയൊക്കെ കഴിച്ചിട്ട് കുറച്ചൊക്കെ തടി വെച്ചിരിക്കുകയാണ്. ദേഹമൊക്കെ കുറച്ച് തടിച്ചിട്ടുള്ള ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു ഇന്നലെ അലങ്കാരത്തിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മനോഹരമായിട്ട് ചാർത്തിയിട്ടുള്ള ഒരു കുറുമ്പനുണ്ണിയായിരുന്നു. 3 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു. അത് രണ്ടെണ്ണം ഒരുപോലത്തെയാണ്. ഇത് മുകളിലുള്ളത് തെച്ചിയും തുളസിയാണ്, താഴെയുള്ളത് തെച്ചി തുളസിയാണ്, നടുവിലുള്ളത് നന്ദിയാർവട്ടവും തുളസിയാണ് കേട്ടോ. പിന്നെ 2 ഉണ്ടമാലകളുണ്ട്. ഭഗവാന്റെ ദേഹത്തോടെ, കുറുമ്പന്റെ ദേഹത്തോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നതിൽ 3 നിറങ്ങളുണ്ട് കേട്ടോ. തുളസിയുണ്ട്, തെച്ചിയുണ്ട്, താമരയുടെ ഇതളുണ്ട്. പിന്നെ ഒരെണ്ണം താമരയുടെ ഇതൾ കൊണ്ടുള്ള മാലയാണ്. അതിന് നടുക്കാണ് ലൂകബന്ധനസ്ഥനായിട്ട്, അതായത് ദാമോദരലീല അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉണ്ണിക്കണ്ണൻ നിൽക്കുന്നുണ്ടായിരുന്നത്. നല്ല ഭംഗിയായിരുന്നു മുഖച്ചാർത്തൊക്കെ കാണാനായിട്ട്. നെറ്റിയിൽ ഗോപിതിലകുണ്ട്, കാതുപൂക്കളുണ്ട്, കഴുത്തിലെ 3 മാലകൾ അണിഞ്ഞിട്ടുണ്ട്, നെഞ്ചിന്റെ അവിടെ ഒരു ഗോപിതിലകം വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചിരിച്ചുകൊണ്ട് സന്തോഷവാനായിട്ട് നിൽക്കുന്ന ഒരു ഉണ്ണിയായിരുന്നു. കൈവളകളും തോൾവളകളും ഒക്കെ ചാർത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ ആ ചുവന്ന പട്ട് വെച്ചിട്ടാണ് ചാർത്തിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു സ്വർണ്ണ തിളക്കത്തിന്റെ ഒപ്പം തന്നെ ആ ചുവന്ന നിറം കൂടെ നമ്മുടെ കണ്ണുകളിലേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇടത്തെ ഭാഗത്താണ് ഉരല് ചാർത്തിയിരിക്കുന്നത്. വലിയൊരു ഉണ്ണീരത്രം പോകുന്ന വലിപ്പത്തിലുള്ള വലിയൊരു ഉരല് തന്നെയാണ്.